വിശദമായ വാർത്തകൾ നോക്കാം. ഡോക്ടർ വന്ദന കൊലക്കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നു. കുടവട്ടൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുക്കുന്നത്. ഷാനോസ് ഡേവിഡ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഷാനോസ്, പ്രതിയുമായി ഇപ്പോൾ പ്രതിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? പ്രതിയുടെ വീടിന് സമീപത്ത് ശ്രീകുമാർ എന്ന് പറഞ്ഞ അധ്യാപകന്റെ വീടുണ്ട്. ഇവര് പരിചയക്കാരാണ്. തൊട്ടടുത്തല്ല, ഒരു റോഡിനപ്പുറം ഇപ്പുറമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്. മുട്ടറ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശമാണ്. ഈ പ്രതി അന്ന് രാത്രി പുലർച്ചെ 2:30 ഈ വീടിന്റെ വശത്തായി വരുന്ന ഒരു വലിയ മതിൽക്കെട്ടല്ല, ഒരു പൊക്കമുള്ള സ്ഥലത്തു നിന്ന് താഴേക്ക് ചാടിയാണ് പ്രതി വരുന്നത്. ആ വീഴ്ചയിലാണ് പ്രതിയുടെ കാലുകൾക്ക് പരിക്കുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണാൻ കാലുകളൊക്കെ പ്ലാസ്റ്റർ ഇട്ട് ചികിത്സ കൊടുത്തിട്ടുണ്ട് നിലവിൽ. അങ്ങനെ ആ താഴേക്ക് ചാടി പ്രതി പുരയിടത്തിൽ കൂടെ കടന്ന് ഇവരുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തുന്നു. വീടിന്റെ പുറകുവശത്തായിട്ടുള്ള ഒരു ചായ്പ് പോലെ ഒരു ചെറിയ സംവിധാനമുണ്ട്. അടുക്കളയുടെ ഭാഗം വരുന്നതാണ്. അവിടെ ഒരു മൂലക്കായിട്ട് പോയി പ്രതി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. ഇവരെല്ലാം കൂടെ വരുന്നു, വീട്ടുകാരൊക്കെ എഴുന്നേറ്റ് വരുന്നു, സംസാരിക്കുന്നു. അപ്പം ഇയാള് സംസാരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇത് കാര്യം കൃത്യമായി മനസ്സിലാകാത്തതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് ഇവിടെ വരുന്നു, ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം പുലർച്ചെ 4-5 മണി സമയത്താണ് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എത്തുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് 5 പേരെ കുത്തുന്നതും അതിനകത്ത് വന്ദന ദാസ് എന്ന് പറയുന്ന യുവ ഡോക്ടർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു പോലീസിനെ സംബന്ധിച്ച് അതിന്റെ നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒന്നാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളത്. അതിന് തെളിവെടുപ്പിന് വേണ്ടിയാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ആ തെളിവെടുപ്പിന് ആദ്യഘട്ടം നിലയ്ക്കാണ് പ്രതി അതായത് ഈ ക്രൈം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രതി എവിടെയായിരുന്നു, പ്രതി ആ സമയത്ത് പ്രതിയായിരുന്നില്ല ഇയാൾ. ആ സമയത്ത് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നൊരു പ്രദേശമാണ് ഈ പറയുന്ന അധ്യാപകനായ ശ്രീകുമാറിന്റെ വീട്. അപ്പൊ അവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ട ഒരു സാങ്കേതികമായത് ആ ഒരു പ്രവൃത്തി പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പോലീസ് സംഘം ആദ്യഘട്ട നിലയ്ക്ക് ഇവിടെ എത്തി ഈ തെളിവെടുപ്പ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ പ്രതിയെ കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. പ്രതിയുടെ വീടിന് സമീപത്തുകൂടി ഈ പോലീസ് വാഹനം കടന്നു വന്ന് അല്പസമയത്തിനകം പ്രതിയെ ഇവിടുന്ന് കൊണ്ടുപോകും. അടുത്ത നടത്തേണ്ട പ്രധാനമായിട്ടും ഈ തെളിവെടുപ്പിലേക്ക് പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ്. അവിടെ ഈ ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ ദിവസം പ്രതി സന്ദീപിന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് അല്ലെ? അത് സ്വാഭാവികമായിട്ടും ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ പ്രതി ഈ ക്രൈം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എവിടെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് പ്രതി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്, എന്തുകൊണ്ടാണ്, ഏതൊക്കെ തരത്തിലാണ് പ്രതിക്ക് പരിക്ക് പറ്റും, എന്ത് ചികിത്സയായിരുന്നു വേണ്ടത്, എങ്ങനെയാണ് പ്രതി ഈ പറയുന്ന ആശുപത്രിയിലേക്ക് വരാനുള്ള സാഹചര്യമാണ്. അപ്പൊ പോലീസിനെ തന്നെ വിളിച്ചു വരുത്തിയാണ് ഈ പ്രതിയെ കൊണ്ട് പോലീസ് പോകുന്നു. അങ്ങനെ പോലീസ് തന്നെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ചികിത്സാർത്ഥം ഇയാളെ എത്തിക്കുന്നത്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രതി സന്ദീപിന്റെ വീട് വരുന്നത്. അവിടെ നിന്നാണ് ഈ പൂയപ്പള്ളി പോലീസ് കൂട്ടിക്കൊണ്ടാണ് ഇവിടെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് വളരെ പെട്ടെന്ന് ചികിത്സയ്ക്കിടയിൽ തന്നെ അയാൾ അക്രമാസക്തനാവുന്നതും 5 പേരെ കുത്തുന്നതും അതിനകത്ത് ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നതും ചെയ്യുന്നത് അങ്ങനെയാണ്. അതെ ഷാനോസ്, ഈ പ്രതിയുടെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ പരിസരവാസികളുമായും ഒക്കെ പോലീസ് സംസാരിച്ചുവെന്നും മൊഴിയെടുത്തു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പ്രതിക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ ആക്രമണ സ്വഭാവമുള്ള ഒരാളായിരുന്നു, പ്രത്യേകിച്ചും ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അങ്ങനെ നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ആളല്ല. അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അയാളൊരു വണ്ടിതിരിക്കും. ഈ പറയുന്ന പ്രതി അതുകൊണ്ടാണ് നമ്മൾ കേസിലെ ഈ സ്വഭാവം ആദ്യം പരിശോധിക്കുമ്പോൾ ഇയാൾ എങ്ങനെയാണ് പ്രതിയാ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് അയാൾ പ്രതിയല്ല. അതുകൊണ്ടാണ് പരിക്കേറ്റ ഇയാളെ ചികിത്സാർത്ഥമാണ് പോലീസ് ഇവിടെ നിന്നും കൊണ്ടുപോയി, പൂയപ്പള്ളി പോലീസ് ഇവിടെ നിന്ന് ഇയാളെ കൊണ്ടുപോയി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അവിടെ വെച്ചാണ് ഈ ശരിക്കും ഈ കൊലപാതകം എന്ന് പറയുന്നത്, ഈ ക്രൈം അവിടെ വെച്ചാണ് ഉണ്ടാവുന്നത്. പ്രതിയെ കൊണ്ടുചെല്ലുന്ന സമയത്തും അതിനുശേഷം ചികിത്സ കൊടുക്കുന്ന സമയത്തൊന്നും പ്രതി വയലന്റ് ആയിരുന്നില്ല, അന്നേരമൊന്നും അക്രമാസക്തനായിരുന്നില്ല. അതിനുശേഷം ഈ ചികിത്സ കൊടുക്കുന്ന സമയത്താണ് പ്രതി അക്രമാസക്തനാവുന്നതും ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് പലരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ വന്ദനാദാസിനെ പിന്തുടർന്ന് കൊലപ്പെടുത്തണമെന്ന് പോലീസ് പറയുന്നത് പ്രകാരം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ
ഈ വന്ദനാദാസിന്റെ പിന്നാലെ കൂടി പലതവണ കഴുത്തിലടക്കം ആഞ്ഞുകുത്തി കൊലപ്പെടുത്തുകയായിരുന്നാണ് പോലീസ് എഫ്ഐആർ പറയുന്നത്. അങ്ങനെ ആ ക്രൈമിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് പ്രത്യേകിച്ചും പ്രതിയുടെ വീടിനും പരിസരത്തുമാണ് തെളിവെടുപ്പെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതി ഈ തെളിവെടുപ്പുമായി പോലീസിനോട് സഹകരിക്കുന്നുണ്ടോ? ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നതിനൊക്കെ പ്രതി മറുപടി നൽകുന്നുണ്ട്, ശാന്തനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പ്രതിയെ എത്തിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് അവരോട് ചോദിക്കുകയും ഉത്തരങ്ങൾ അവരെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്നതാണ് തെളിവെടുപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ പ്രദേശത്ത് എത്തിച്ചത്. എവിടെ നിന്നാണ് ഈ പുലർച്ചെ 2:30 സമയത്താണ് ഈ പ്രതിയെ ഇവിടെ നാട്ടുകാരും കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പ്രതിയെ പോലീസിന്റെ കൈവശം എത്തിക്കുന്നത്. അപ്പം ഈ ക്രൈമിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിനും തൊട്ടുമുമ്പുള്ള സമയമാണ് ഈ 2 മണി എന്ന് പറയുന്ന സമയം. ആ സമയത്താണ് ശരി. ഡോക്ടർ വന്ദന കൊലക്കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കുടവട്ടൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുക്കുന്നത്. ഷാനൂസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. Him, but it didn't happen, no? We will wait and see. ഡൽഹിയിലെ വസതിയിൽ കെ.സി. വേണുഗോപാലുമായി സിദ്ധാരാമയ്യയും ഡി.കെ. ശിവകുമാറും കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി മനു ഭരതും ടി.ജി. സജിത്തും ചേരുകയാണ്. ആദ്യം മനുവിലേക്ക്. മനു, ഇന്നലെ ഇതേ സമയം അവിടെ സിദ്ധാരാമയ്യയുടെ ചിത്രങ്ങളിൽ പാലാഭിഷേകം നടത്തിയും മധുരം വിതരണം ചെയ്തുമൊക്കെ വലിയ ആഘോഷം നടക്കുകയായിരുന്നു. സിദ്ധ മുഖ്യമന്ത്രിയാകുന്നു എന്ന വാർത്ത വന്ന് പിന്നീട് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. ഏറ്റവും ഒടുവിൽ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഡി.കെ. വഴങ്ങിയിരിക്കുന്നു. ഡി.കെ. ക്യാമ്പ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു, സഹോദരൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോഴും പറയുന്നത് ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല, കർണാടകത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ അനുനയത്തിന് തയ്യാറായിരിക്കുന്നത് എന്നാണ്. എന്താണ് നമുക്ക് ബംഗളൂരുവിൽ കാണാൻ കഴിയുന്നത്? സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉടനുണ്ടാകും, 2 ദിവസത്തിനകം ഉണ്ടാകും. രാഹുൽ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തുമെന്ന ವಿವರಂ വരുന്നു. എന്താണ് കാഴ്ചകൾ? സിദ്ധ ക്യാമ്പ് ആഹ്ലാദത്തിലാകുമ്പോൾ ഡി.കെ. ക്യാമ്പിന്റെ അവസ്ഥ എന്താണ്? ഡി.കെ. ക്യാമ്പ് ഒരല്പം നിരാശയിലാണ്. പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് വീടിന് മുന്നിൽ ആളുകൾ ആഘോഷത്തോടെ ഈ വാർത്ത ശ്രവിക്കുന്നു. എന്നോടൊപ്പം ഉള്ളത് ഖാദി ബോർഡിന്റെ മുൻ ചെയർമാൻ ശ്രീ ശേഷാദ്രിയാണ്. സോ ദി സിദ്ധരാമയ്യ സപ്പോർട്ടേഴ്സ് ആർ വെൽ ഹാപ്പി, ദേ ആർ cherishing the moment. So what do you feel here? In our 6.5 crores people appreciated Mr. Siddaramaiah, Chief Minister of Karnataka. But he is going to be the Chief Minister only for a small period, like 2.5 years, after which he will have to give the High Command will be decided. I am only the ex-chairman only. High Command is there, Rahul is there, Sonia Gandhi is there. They have decided that he will be given on a term of 2.5 years. So what is your opinion? I am not telling 2.5 years. So you feel that he will be yes, for 5 years? 100%. Mr. Siddaramaiah ji is completed 5 years. We are support. All India, thankful to you Sonia ji and Rahul Gandhi and another senior leaders. ನಾನು ಕೈ ಮುಗಿದು ಅವರೆಲ್ಲ ಕೇಳ್ಕೊಳ್ಳೋದೇನಪ್ಪ ಅಂತಂದರೆ ಪ್ಲೀಸ್ ಅಕಾಮಡೇಟ್ ಸಿದ್ದರಾಮಯ್ಯ ಜಿ. ವಾಟ್ ಪರ್ಪಸ್ ಯು ಆರ್ ಡಿಸೈಡೆಡ್. ಮಿಸ್ಟರ್ ಸಿದ್ದರಾಮಯ್ಯ ಜಿ is a good administrator. So what about D.K. Shivakumar? I am not telling D.K. Shivakumar. Mr. Siddaramaiah ji is completed 5 years. He has to be there for 5 years. That is your demand. Like you are my personal demand. All supporters are feeling so. They yes, want Siddaramaiah to continue for complete 5 years. Yes. Those who are elected persons, MLAs are there. So many MLAs are appreciated with Siddaramaiah administration. Last 5 years back, he is good administration to Karnataka. He is a good administrator not only in Karnataka, India also appreciated Mr. Siddaramaiah ji. What about the swearing in ceremony, Vajana Pramana? The facilities are ready. Every facilities will be given already. Government of Karnataka already established, already decided.
in Kantirava Stadium. Last 5 years also is well established. Today, this year also well established, well equipped furniture. Every person's are. So many throughout state, nearly about 10 lakh people are gathering. Kantirava Stadium. Kantirava തിരികെ വാർത്തയിലേക്ക്. SFI ആൾമാറാട്ടത്തിൽ CPM നടപടി. വിശാഖിനെ സസ്പെൻഡ് ചെയ്തു. പ്ലാവൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു വിശാഖ. ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ ആൾമാറാട്ടത്തിൽ വിശാഖിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനാണോ ഇപ്പോൾ CPMന്റെ ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സസ്പെൻഷനിലൂടെ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമാണോ ഇത്? വിശാഖാണ് ആൾമാറാട്ടം നടത്തിയത്. വിശാഖ് SFIയുടെ കാട്ടാക്കട ഏരിയ സെക്രട്ടറി ആയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വിശാഖിന്റെ പേരാണ് UUC സ്ഥാനത്തേക്ക് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ നൽകിയത്. അതുകൊണ്ടാണ് വിശാഖിനെ ഇപ്പോൾ CPM സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ പാവൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു വിശാഖ്. നേരത്തെ വിശാഖിനെ SFI ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ CPM നടപടി എടുത്തിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി CPM നടത്തുന്നുണ്ട്. കൂടുതൽ പേർക്ക് നടപടി ഉണ്ടാകുമെന്ന കാര്യം ആ ഘട്ടത്തിൽ വ്യക്തമാകും. നാളെ CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ വിഷയവും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ശരി. SFIയുടെ ആൾമാറാട്ടത്തിൽ വീഴ്ച സംബന്ധിച്ച കോളേജ് പ്രിൻസിപ്പൽ SFI ഏരിയ സെക്രട്ടറി ആയിരുന്ന വിശാഖിന്റെ പേര് തിരികെ കയറ്റിയെന്ന പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ GJ ഷൈജു സംബന്ധിച്ചു. സംഭവത്തിന് പിന്നിൽ SFIയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട ജില്ലാ ഭാരവാഹികളാണെന്ന ആരോപണവും ശക്തമാവുകയാണ്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള SFIയുടെ ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് GJ ഷൈജു കുറ്റം സമ്മതിച്ചതോടെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. ശനിയാഴ്ച ചേരുന്ന സിൻഡിക്കേറ്റ് വിഷയം ചർച്ച ചെയ്യും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ചുമതലയിൽ നിന്ന് ഷൈജുവിനെ നീക്കുകയും കടുത്ത നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ആൾമാറാട്ടത്തെ ചൊല്ലി CPMലും വിവാദം പുകയുകയാണ്. ലഹരി ഉപയോഗവും ലഹരി മാഫിയയുമായുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയാണ് മാസങ്ങൾക്ക് മുൻപ് പാർട്ടി നേതൃത്വം തിരുവനന്തപുരത്തെ SFI നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണി നടത്തിയത്. പുറത്തായിട്ടും SFIയുടെ നിയന്ത്രണം ഈ സംഘത്തിന് തന്നെയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് സംഭവത്തിലൂടെ പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടത്. ഒരു MLA അടക്കം പാർട്ടിയിലെ ചില പ്രധാന നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ട്. വിശാഖിനെ തിരികെ കയറ്റാൻ വേണ്ടി ഒഴിവാക്കപ്പെട്ട അനഘ പാർട്ടി അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിലും SFI ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉള്ളതായാണ് വിവരം. ഭീഷണിപ്പെടുത്തിയാണ് തന്നെ രാജിവെപ്പിച്ചതെന്നും അനഘ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഹൈക്കമാൻഡ്. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാകും. മറ്റന്നാൾ 12 മണിക്കാണ് സത്യപ്രതിജ്ഞ. രാത്രി മുഴുവൻ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. തവണ വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി പദം പങ്കിടണമെന്ന സമവായത്തിനാണ് DK പക്ഷം വഴങ്ങിയത്. It was a very good combination as Shivkumar as a PCC and Siddaramaiah as a CLP leader. Both are big assets of the Congress party in Karnataka. Of course, everybody have their own wish, their own desire to become a CM. They deserve it also. Both deserve it also. The Congress president had a series of consultation with the senior leaders and one-to-one discussion with the Siddaramaiah ji and Shivkumar. He decided to make Siddaramaiah as the Chief Minister of Karnataka. Siddaramaiah will be the Chief Minister of Karnataka. DK Shivkumar will be the only one Deputy CM of Karnataka. He will continue as a PCC President till the Parliament election is over. തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തനല്ലെങ്കിലും സംസ്ഥാന താൽപര്യം പരിഗണിച്ചാണ് സമവായമെന്ന് DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് പ്രതികരിച്ചു. I don't think I am fully happy, but in the interest of the Karnataka, what commitment we have given to the people of Karnataka, Kannadigas, we wanted to fulfill. So that's why the party and Mr. DK Shivkumar, everybody has to accept. In future we will see, let us see, long run to go. Your wish was to, you want to see your brother as a CM of Yes. Karnataka?
I wish him, but it didn't happen, no? We will wait and see. What has happened to Congress party? Everything is well. Everything will be well, is going to be well. We had made a one-line resolution that whatever the High Command will take a decision, we will abide by it. Ultimately, Rahul ji called me and said, you all have to work together. Congress President Mallikarjun Kharge ji called us and gave this diktat. We all have accepted whatever the formula has been generated. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ സിദ്ധരാമയ്യ ക്യാമ്പിൽ ആഘോഷം ആരംഭിച്ചു. നേരത്തെ സിദ്ധരാമയ്യയും DK ശിവകുമാറും KC വേണുഗോപാലിനെയും മല്ലികാർജുൻ ഖർഗെയെയും അവരുടെ വസതികളിൽ സന്ദർശിച്ചിരുന്നു. ഞങ്ങളും കാണണ്ടേ ആൺവീട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തുന്ന ഞങ്ങളും കാണണ്ടേ ആൺവീട് എന്ന ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അനുഭവങ്ങൾ നിരവധി പേർ പങ്കുവയ്ക്കുകയുണ്ടായി. ചിലർ ആൺവീട് കാണലിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ മറ്റു ചിലർക്ക് പറയാനുള്ളത് അന്ന് കാണാൻ പറ്റാത്ത ആൺവീട് കാണൽ മക്കളിലൂടെ നടപ്പാക്കി കാണിക്കുമെന്നായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ആൺവീട് കാണലിന്റെ വിശേഷങ്ങളുമായി ചേരുന്നത് വിവാഹത്തിന്റെ 11ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന രജിതയും സനൂപുമാണ്. ഇരുവർക്കും സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. താങ്ക് യു. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ന്യൂസ് 18 സംബന്ധിച്ച ഏറെ അഭിമാനമുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഞങ്ങൾക്കും കാണണ്ടേ ആൺവീട് എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തതോടുകൂടി ഒരുപാട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ ഇനി പോകുന്ന വീട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വീട് അവർക്കും കാണാനുള്ള ഒരു ചിന്ത ആ മാതാപിതാക്കളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ മനസ്സിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പയിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമാവാൻ നിങ്ങളും എത്തിയതിൽ ഏറെ സന്തോഷം. ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്തായാലും രണ്ടുപേരും 11ാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ 2023 ഇരുന്ന് ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ 11 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ അത് ചിന്തിച്ചു, അത് പ്രാവർത്തികമാക്കി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അതില് എന്റെ വീട്ടുകാരും ഹസ്ബൻഡിന്റെ വീട്ടുകാരും അതിനോട് യോജിച്ചപ്പോ എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടിയ മാതിരി ഒരു സന്തോഷം തോന്നിയിരുന്നു. ഒന്നും കൂടി ആ വീട്ടുകാരെ മനസ്സിലാക്കാനും ആ ചുറ്റുപാടൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും സാധിച്ചു. അപ്പോ അങ്ങനെയാണ് ആ ഒരു ചടങ്ങ് ഉണ്ടായത്. ഞങ്ങള് 2011 സെപ്റ്റംബർ മാസത്തില് പെണ്ണ് കണ്ടു. ഒക്ടോബർ മാസത്തില് ഞാനും വീട്ടുകാരും അവരുടെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം നവംബർ മാസത്തിലായിരുന്നു എൻഗേജ്മെന്റ് നടന്നത്. പിന്നെ 2012 മെയ് 21 കല്യാണവും കഴിഞ്ഞു. അതായത് ഏറ്റവും വലിയൊരു സംശയം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത്, അതായത് ഈ 2023 പോലും ഇങ്ങനെ ആൺവീട് കാണൽ എന്നുള്ള ചടങ്ങ് ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. കുറച്ചു പേരുകൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ തുറന്നു പറയാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ 11 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് എനിക്ക് തന്റെ ഭാവി ഭർത്താവിന്റെ വീട് കാണണമെന്നുള്ള ഒരു ചിന്ത വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അതില് നമുക്ക് കൂടുതൽ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, വീട്ടുകാരോട് തുറന്ന് സംസാരിക്കാൻ പറ്റും. അപ്പൊ അതിൽ അവര് സപ്പോർട്ട് ചെയ്യും. ഹസ്ബൻഡ് വീട്ടുകാരും അതിനോട് സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് ആ വീട് കാണാൻ സാധിച്ചു. പിന്നെ ഇതൊരു കീഴ്വഴക്കം മാത്രമാണ്. ആർക്കും ഇതിനെപ്പറ്റി യാതൊരു ശരിയായ ധാരണ ആർക്കും ഇല്ല. കീഴ്വഴക്കം മാത്രം, അത് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ വീടിനടുത്തായിരുന്നെങ്കിലും രണ്ട് ഫാമിലി തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴോ ആ പെൺകുട്ടി ആ വരന്റെ വീട്ടില് നേരത്തെ കയറി ഇറങ്ങിയിട്ടുള്ള കുട്ടിയാണ്. അപ്പോ ആ പ്രശ്നം അവിടെ ഒരു പ്രശ്നമല്ലാതെ മാറുന്നുണ്ട്. ഇപ്പോ ലവ് മാരേജ് ആണെങ്കിലും അടുത്തുള്ള വീട്ടിലെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും അവര്
നേരത്തെ ആ ചെക്കന്റെ വീട്ടിൽ കയറിയ കുട്ടിയായിരിക്കാം. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ അറേഞ്ച് മാരേജിൽ അല്ലെ കുറച്ച് അകലേന്ന് കല്യാണം കഴിക്കുമ്പോൾ മാത്രം പെൺകുട്ടിക്ക് ചെക്കന്റെ വീട് കാണാൻ പോകാൻ പറ്റുന്നില്ല. പണ്ട് കാലങ്ങളിലാവുമ്പോ യാത്രാ ക്ലേശങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, ദൂരയാത്ര. അപ്പം പെൺകുട്ടീനെ വീട്ടിലിരുത്തിയിട്ട് വീട്ടുകാർ പോകും, ചെക്കന്റെ വീട് കണ്ടിട്ട് വരും, പെൺകുട്ടിയോട് വന്ന് പറയും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോഴും അവരെന്നോട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ചെക്കന്റെ വീട് കാണാനും പോകാനും പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും രജിത ചേച്ചിയുടെ ഭർത്താവ് സനൂപ് ചേട്ടനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളതൊരു ലവ് മാരേജ് ആയിരുന്നോ അല്ലെങ്കിൽ പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നോ? പക്ക അറേഞ്ച് മാരേജ്. അപ്പോൾ പക്ക അറേഞ്ച് മാരേജ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭാവി വധു പറയുകയാണ് എനിക്ക് നിങ്ങളുടെ വീടും കൂടി കാണണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞ സമയത്ത് എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് അഹങ്കാരമുണ്ടോ? അങ്ങനെയൊക്കെ ആയിരുന്നോ ചിന്തിച്ചത്? അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാല് ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോവാന്ന് പറഞ്ഞത്. അപ്പൊ വീട് കാണാൻ രഞ്ജുവും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വന്നു. എന്താ വെച്ചാൽ വീട് കാണാൻ വരികയാണ്. പക്ഷെ ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. സനൂപേട്ടന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാം. കാരണം വിവാഹം കഴിക്കാൻ പോകുന്ന വധു സ്വന്തം വീട്ടിലേക്ക് വരുന്നത് സ്വാഭാവികമായും ഏതൊരാൾക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പക്ഷെ സനൂപേട്ടന്റെ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഇതൊക്കെ പറഞ്ഞ സമയത്ത്? വന്ന് കയറുന്ന പെണ്ണിനെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ചോ? അവരാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്തത്. അവര് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. അപ്പോ അത് എന്റെ അമ്മയും അച്ഛനും അതിനെ ഏറ്റവും സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അപ്പൊ അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങളെല്ലാരും അതിനുവേണ്ടി ഒരുക്കി. എന്താ വെച്ചാല് വീട് കാണാൻ വരികയാണ്. അപ്പൊ ഞങ്ങൾ അതിനുള്ള പ്ലാനിങ് എല്ലാം നടത്തി. അപ്പൊ അത് സന്തോഷകരമായിട്ട് തന്നെ അന്ന് അവർ വന്നു. ഞങ്ങള് എല്ലാവരുടെയും കാണിച്ചു കൊടുത്തു. ലൈക്ക് വീട് മുഴുവനായിട്ട് അവർ കണ്ടു. അതിന്റെ അടുത്തുള്ള പരിസരം എല്ലാം അവർക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന വീട്, ഞങ്ങൾക്ക് ആ സമയത്ത് വീട് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു നിർബന്ധമായിരുന്നു കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട് ഉണ്ടാവണം, വീടായിരിക്കണം എന്ന്. എന്താ വെച്ചാൽ കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടി ആ വീട്ടിലേക്ക് ആകണം എന്നൊരു നിർബന്ധവും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ തന്നെ സാധിച്ചു. അപ്പോ അതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഈ 11 വർഷം കഴിയുമ്പോഴും ഞങ്ങളത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞങ്ങള് സന്തോഷത്തോടെയാണ് മുമ്പോട്ട് അത് കൊണ്ട് നടക്കുന്നത്. ഇപ്പോ പറഞ്ഞു വളരെ സന്തോഷമായിരുന്നു, എന്നെക്കാളും കൂടുതൽ എന്റെ വീട്ടുകാരാണ് ഭാവി വധുവിന്റെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഭാവി വധു ചേട്ടന്റെ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എന്താണ് മനസ്സിൽ തോന്നിയത്? ആ ഒരു നിമിഷമൊക്കെ ഓർത്തെടുത്താൽ എങ്ങനെയുണ്ടാവും? അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു പെണ്ണ് കാണലിന്റെ ഒരു മെയിൽ വേഷൻ ആയിരുന്നോ അന്നത്തെ നിങ്ങളുടെ ഈ ആൺവീട് കാണൽ? ഏറെക്കുറെയൊക്കെ നമ്മള് ആക്ച്വലി കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കുമല്ലോ. എന്താ വെച്ചാൽ ഇവര് വരുമ്പോ എങ്ങനെയാണോ അത് വീടിനെ നോക്കി കാണുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞാനും അത് ലൈക്ക് അന്ന് ആദ്യം പെണ്ണ് കണ്ടു പോയതിനു ശേഷം പിന്നെ കാണുന്നതാണ്. അപ്പോ ആ ഒരു ആൻസൈറ്റി നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പൊ അത് ആ സമയത്ത് ഒരു രസകരമായ നിമിഷമായിരുന്നു. ഞങ്ങൾക്കത് ഏറ്റവും സന്തോഷകരമായ നിമിഷമായിരുന്നു ലൈഫിൽ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, രഞ്ജു ആ ഡിസിഷൻ എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് വീട് കാണിച്ചു കൊടുക്കാനും പറ്റി. ഞങ്ങൾക്ക് ഫാമിലി മുഴുവനായിട്ട് ഒരു ഫാമിലിയായിട്ട് ഇന്നും ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ആ ഒരു സന്തോഷം എപ്പോഴും അത് ഓർക്കുന്നു. ഓക്കെ, രജിത ചേച്ചി, ഇപ്പോഴത്തെ കാലത്തെ, അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പഠിക്കാനായിക്കോട്ടെ ജോലിക്ക് ശേഷം ആയിക്കോട്ടെ ഒക്കെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പം വീട്ടുകാരായാൽ പോലും അല്ലെങ്കിൽ ആ പെൺകുട്ടി ആയാലും പോലും ഒരു ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ വേറെ ഹോസ്റ്റൽ നോക്കാം എന്നടക്കം പറഞ്ഞ് തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ആൺവീട് കാണൽ സമ്പ്രദായം അത് ഇനി അങ്ങോട്ട് എല്ലാവരും ഒരു ആചാരം പോലെ ആക്കണം, അല്ലെങ്കിൽ അതൊരു തുടർ സമ്പ്രദായമായി മാറണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? കാരണം ഇനി അങ്ങോട്ട് ഒരു പെൺകുട്ടി വിവാഹിതയായ ശേഷം അവൾ ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലവും ജീവിക്കേണ്ട ഒരു വീടാണ് ഈ പുരുഷന്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയുണ്ട്, ആ വീട്ടിൽ തനിക്കുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടിക്ക് അവകാശമുണ്ട് എന്ന് തന്നെ ചേച്ചി ചിന്തിക്കുന്നുണ്ടല്ലേ? അതെ അതെ, നമ്മൾ മുൻകാലങ്ങളിൽ ഈ ശൈശവ വിവാഹമൊക്കെ ആയതിന് കാരണം പെൺകുട്ടികളോടും ഒന്നും നമ്മൾ അഭിപ്രായം ചോദിച്ചിരുന്നില്ല. ഇപ്പം 18 വയസ്സ് മുതൽ അങ്ങോട്ട് കല്യാണപ്രായം ആയതില് അവർക്ക് വോട്ടവകാശമായി. അപ്പൊ അവരോട് എല്ലാ അഭിപ്രായങ്ങളും അവരുടെ മാരേജ് ദിവസമാണെങ്കിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടി ആ പെൺകുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഒരു കാര്യം തീരുമാനിക്കാൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് അച്ഛനമ്മമാര് പ്രത്യേകിച്ച് അതില് ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോൾ നമുക്കൊപ്പം എഴുത്തുകാരി റോസ്മേരി കൂടി ചേരുകയാണ്. മാം കേൾക്കാമോ? ഇപ്പോൾ എൻ്റെ ഒപ്പം 2 അതിഥികളുണ്ട്. അതായത് 11 വർഷം മുൻപ് ആൺവീട് കണ്ട രജിത ചേച്ചിയും സനൂപേട്ടനുമാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മാമും ഞങ്ങൾക്കൊപ്പം ചേരുന്നത്. അപ്പം മാമിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആൺവീട് കണ്ട ഒരാളാണ് അല്ലേ? അത് കണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് കാണാൻ പോയതല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ജേർണലിസം പഠിക്കുന്ന കാലത്തായിരുന്നു എന്റെ കല്യാണം നിശ്ചയിച്ച്. അപ്പോ എന്റെ ഭർത്താവിന്റെ അമ്മ ഹോസ്റ്റലിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു, ഇടയ്ക്ക് അവിടെ ഊണ് തരാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോകാനിടയായതാണ്. അല്ലാതെ ഞാൻ കൂട്ടി ആ വീടൊക്കെ ഒന്ന് കണ്ടുകളയാം എന്നോർത്ത് പോയതൊന്നും അല്ല കേട്ടോ. പക്ഷെ അത് വളരെ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഉചിതമായ ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ള കാരണം, മോള് നിങ്ങളിൽ ആരോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റൽ മുറിയൊക്കെ നമ്മൾ പോയി ഒന്ന് കാണാറുണ്ടല്ലോ. ചിലര് താമസിക്കാൻ പോകുന്ന ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹോട്ടൽ റൂമൊക്കെ അകത്തൊന്ന് അവലോകനം ചെയ്യാറുണ്ട്, ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ. അതിനേക്കാൾ എത്രയോ പ്രധാനമായ ജീവിതം മുഴുവൻ താമസിക്കേണ്ടുന്ന ഭർതൃഗൃഹം അല്ലേ. അപ്പോ ഒരു ഊഹവും ഇല്ലാതെ, അതും ഒരു അറേഞ്ച് മാരേജാണ്, ഏറെക്കുറെ അപരിചിതനായ ഒരാളോടൊപ്പം ആയിരിക്കുമല്ലോ വിവാഹം കഴിച്ചു പോകുന്നത്. അപ്പൊ ഒരു ചായ, ഒരു ട്രേ ചായ കൊണ്ട് കൊടുക്കുന്ന ഏതാണ്ട് 5 മിനിറ്റ് നേരത്തെ ഒരു പരിപാടിക്കും ചെറിയ മന്ദഹാസത്തിനൊക്കെ ശേഷം തുലവും അപരിചിതനായ ഒരാളുടെ കൂടെയാണ് ഈ പൊറുക്കാൻ പോകുന്നത്. അയാളെ ശരിക്കറിയില്ല, അയാളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയില്ല, ആ വീട്ടിലെ രീതികൾ അറിയില്ല. അപ്പോ അതിനു മുമ്പ് ആ വീട് ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടിക്ക് ആ കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനമ്മമാരെങ്കിലും തങ്ങളുടെ മകളെ പറഞ്ഞയക്കുന്ന വീടും ചുറ്റുപാടും പരിസരവും ഒക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ്. കാരണം എൻ്റെ ഒരു സ്നേഹിതയ്ക്ക് പറ്റിയൊരു എന്താ പറയുന്ന ഒരു അബദ്ധമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. സ്നേഹിത വലിയ ധനാഢ്യൊന്നും അല്ല, സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ്. പക്ഷെ വളരെ വൃത്തിയും വെടിപ്പും ഉള്ള ഒരു വീടാണ് അവരുടേത്. ഉള്ളത് കൊണ്ട് തൃപ്തിയായി കഴിയുന്ന ഒരു ഭവനം. അപ്പോൾ ഈ പെൺകുട്ടിയെ പട്ടണത്തിലൊരു വീട്ടിലേക്കായിരുന്നു കല്യാണം കഴിച്ചത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. പക്ഷെ ചെന്ന് കയറിയ വീട്ടില് ഒട്ടും വീറും വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ടോയ്ലറ്റൊക്കെ ഭയങ്കര വൃത്തിഹീനം, പാചകമൊക്കെ ആണെങ്കിലും ഒരു അടുക്കും ചിട്ടയില്ലാതെ, ഒരു എന്താ പറയുന്ന ഒട്ടും ചൈടിയല്ലാത്തൊരു അന്തരീക്ഷം. എന്റെ സ്നേഹിത ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ആ വീട്ടില്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് മാറി താമസിക്കാൻ പറ്റിയത്. ശരിക്കും ഭയങ്കര ഒരു സ്വപ്ന തകർച്ച പോലെയായിരുന്നു ആ അന്തരീക്ഷവും പരിസരവും ഒക്കെ. അപ്പോ ഇവള് പറയാണ്, നേരത്തെ ഒന്ന് കണ്ടിരുന്നത് ഞാൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന്. അതാണ് മാം, കുറച്ച് ദിവസം മുൻപ് ഒരു വാർത്ത മാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മാം പറഞ്ഞ് അതേ സംഭവമായി അല്ലെങ്കിൽ അതേ സാഹചര്യവുമായി ബന്ധമുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. അതായത് ഒരു പെൺകുട്ടി തന്റെ വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തുന്നു, അവിടുന്ന് ആ വീട് കണ്ട് അവിടുന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം. ആ ഒരു വാർത്തയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങളും ഈ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാം പറഞ്ഞൊരു അവസ്ഥ, കാരണം അന്ന് മാമിന്റെ സുഹൃത്ത് ഒരു പെൺകുട്ടി പറയുകയാണ്, നേരത്തെ ആ വീട് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വിവാഹ തയ്യാറാവില്ലായിരുന്നു എന്ന്. ആ ഒരു പശ്ചാത്തലം, ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു വലിയ ക്യാമ്പയിനുമായി ഞങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് മുൻപിൽ എത്തുന്നത്. ഓക്കെ, അത് വളരെ നല്ല ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. ഈ കുറച്ചു നാളൊക്കെ മുമ്പ് നമ്മൾ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു. ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലൊക്കെ പെൺകുട്ടി കല്യാണം കഴിച്ചു വന്നിട്ട് അവിടെ ശൗചാലയമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അതൊക്കെ ഒരു പരിഹാസത്തിന്റെ ഒരു ട്രോൾ രൂപത്തിലേക്കാണ് നമ്മൾ വായിച്ചിരുന്നെങ്കിലും ശരിക്കും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആലോചിച്ച എന്തൊരവസ്ഥയാണ് അതൊക്കെ അല്ലേ. അതെ മാം, ഒരു കാര്യം കൂടി, അതായത് മാം നേരത്തെ പറഞ്ഞു അന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഭാവി ഭർത്താവിന്റെ വീട് കണ്ടത്. കാരണം അമ്മായിയമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു പോക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നായിരുന്നു മാമിന്റെ വിവാഹം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഉറപ്പായും ആദ്യം വീട് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും അല്ലെ ഈ ഒരു തീരുമാനത്തിലേക്ക്, ഒരു വിവാഹത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. മോളെ, ഞങ്ങളുടെ കാലം എല്ലാം മാറിപ്പോയി. ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പെൺകുട്ടികൾ ഭയങ്കര അഹങ്കാരികളായി തീർന്നു എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ അവളെ നിർബന്ധിച്ചൊന്നും കല്യാണം കഴിപ്പിക്കാനേ പറ്റില്ല. പിന്നെ ഒട്ടുമിക്ക കല്യാണങ്ങളും അവര് പരസ്പരം കണ്ടു കഴിഞ്ഞ് ഒന്നുകിൽ പ്രണയ വിവാഹം അല്ലെങ്കിൽ
അവർ കണ്ടു കഴിഞ്ഞ് കുറെ നാൾ 5-6 മാസമൊക്കെ സംസാരിച്ച ശേഷമായിരിക്കും വിവാഹം കഴിക്കുന്നത്. അതിനു മുമ്പ് ഈ വീട്ടുകാർ തമ്മിൽ നല്ല സൗഹൃദപരമായ ഒരു ഇടപാടൊക്കെ നടന്നു കഴിഞ്ഞ് കാണും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശിച്ച് കാണും. അപ്പൊ അങ്ങനെയൊക്കെ ആ വീട് കാണാനും അവരുടെ സംസ്കാരവും ജീവിത രീതിയൊക്കെ അറിയാനൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ തുറന്നു പറയാറുണ്ട്. പിന്നെ 1-2 കുട്ടികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛനമ്മമാർ അവരുടെ ആഗ്രഹങ്ങള് അതിന് സമ്മതം കൊടുക്കാറുമുണ്ട്. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെ ഹേമദണ്ഡം ചെലുത്തിയൊന്നും ഇപ്പൊ ആരും കെട്ടിക്കാറില്ലല്ലോ കുട്ടികളെ. നല്ല മാറ്റമാണ്. യെസ്, എന്തായാലും വളരെയധികം നന്ദി മാം ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. മാമിന്റെ അനുഭവവും മാമിന്റെ സുഹൃത്തിന്റെ അനുഭവം ഒക്കെ ഞങ്ങളുമായി പങ്കുവെച്ചതിന്. റോസ്മേരി മാമാണ്, എഴുത്തുകാരി റോസ്മേരിയാണ് ഈ ഒരു അവസരത്തിൽ നമ്മളുമായി ചേർന്നത്. വീണ്ടും നമ്മളുടെ അതിഥികളിലേക്ക് തന്നെ പോവുകയാണ്. രജിത ചേച്ചിയും സനൂപേട്ടനും അവിടെ അവരുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സനൂപേട്ടനിലേക്ക് പോവുകയാണെങ്കിൽ, സനൂപേട്ട പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ആണുങ്ങളാണ്, അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ പക്ഷെ ചേട്ടന്റെ കുടുംബവും ഇരു കൈയും നീട്ടി ഭാവി വധുവിനെ സ്വീകരിച്ചു. പക്ഷെ കൂടുതലും ഇപ്പോഴത്തെ ആണുങ്ങൾക്കൊക്കെ ഒരു മനോഭാവമുണ്ട്, ഒരു എന്തിനാണ് അതിൽ സാമ്പ്രദായികമായ രീതികൾ തന്നെ മുന്നോട്ട് പോവട്ടെ, എന്തിനാണ് ഒരു മാറ്റം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ തന്നെ നമ്മൾ പലവട്ടം ചിന്തിച്ച് പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ തന്നെ പല തരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ നമ്മൾ ഒരു സാധനം മേടിക്കുന്നത്. ഇന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കുറെ കൂടുതലാണ്, ഓപ്ഷൻസ് കൂടുതലാണ്. അപ്പോ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ അതിനെ അംഗീകരിച്ചു. അപ്പൊ ഇന്ന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അത് കാണണം, ആ കുട്ടി താമസിക്കാൻ പോകുന്ന വീട് ആ കുട്ടി കാണണം എന്നുള്ളത് ഒരു നിർബന്ധമാക്കി അതൊരു നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി കുറച്ചുകൂടി കംഫർട്ടാവും. ഇപ്പൊ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് നേരത്തെ കണ്ട വീടാണ്, അറിയാവുന്ന വീടാണ്, ആ വീട്ടിന്റെ എല്ലാ ചുറ്റുപാടും അറിയാവുന്നതാണ്. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ആ കുട്ടി ആ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകും, നല്ല സന്തോഷത്തോടെ ആയിരിക്കും അവർ കയറി ചെല്ലുക. മറ്റേത് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആ കുട്ടി വീട് കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസും ഇതൊക്കെ വരുന്നത്. അപ്പോൾ വീട് പാരന്റ്സ് കാണുന്നത് പോലെ തന്നെ ആ കല്യാണം കഴിക്കുന്ന കുട്ടിയും ആ വീട് കാണുമ്പോൾ അതിന് കൂടുതലായിട്ട് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ആൺകുട്ടികളോടൊപ്പം പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഒരു മാറ്റം നമ്മളായിട്ട് കൊണ്ടുവരേണ്ടതാണ്. പെൺകുട്ടികളും വീട് കാണട്ടെ, നമ്മൾ പോയി വീട് കാണുന്നത് പോലെ പെൺകുട്ടികളും വീട് വന്ന് കാണട്ടെ, അവരും ഇഷ്ടപ്പെടട്ടെ, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ ലൈഫ് കുറച്ചും കൂടി ഭംഗിയായി മാറും. അതെ, അപ്പം സനൂപേട്ടൻ പറഞ്ഞത് തന്നെയാണോ ചേച്ചിക്കും പറയാനുള്ളത്? അതായത് പെൺകുട്ടികളും ആൺകുട്ടികളുടെ വീട് കാണട്ടെ, ആ വീട് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വിവാഹത്തിലേക്ക് പോവട്ടെ. കാരണം രണ്ട് മനസ്സുകൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലും രണ്ട് വീടുകൾ തമ്മിലും ഒക്കെ ഒന്നാവുന്നതാണല്ലോ വിവാഹം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിവാഹങ്ങളിലൊക്കെ ഇത്തരം ഒരു ചടങ്ങ് അത് നിർബന്ധമാക്കണം എന്ന് തന്നെയാണോ പറയാനുള്ളത് ചേച്ചിക്ക്? അതെ അതെ, അതിന് കൂടുതലായിട്ടും ചെക്കന്റെ വീട്ടുകാരാണെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞു വിളിച്ച് ആ ചെക്കന്റെ വീട് കാണിച്ചു കൊടുത്താൽ ഒന്നും കൂടി ഈ ഒരു കീഴ്വഴക്കം മാറി കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ പെൺകുട്ടിക്കും അവരുടേതായ ചിന്താഗതികളുണ്ട്. ഇപ്പൊ അച്ഛനമ്മമാര് പോയി കണ്ടാൽ കൂടി ആ പെൺകുട്ടിയുടെ ചിന്താഗതി എത്രത്തോളം ആണോ അത് അച്ഛനമ്മമാർക്ക് പോലും ചിലപ്പോൾ ഊഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അച്ഛനമ്മമാര് പോയി കണ്ടിഷ്ടപ്പെട്ടാലും ചിലപ്പോൾ പെൺകുട്ടി ചെല്ലുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം പെൺകുട്ടീനെയും കൊണ്ടുപോയി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 11ാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയതിന് ഒരുപാട് പേർക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി നന്ദി ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയതിന്. ഓക്കെ, അപ്പം ഞങ്ങളും കാണണ്ടേ ആൺവീട് എന്ന ന്യൂസ് 18 ലേഡീസ് ബാൻഡ് ക്യാമ്പയിനെ അഭിനന്ദിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പെൺകുട്ടികൾക്ക് ആൺവീട് കാണാൻ അവസരമൊരുക്കണമെന്നും കാലം മാറിയതനുസരിച്ച് വീട്ടുകാരും മാറി ചിന്തിക്കണമെന്നും പി സതീദേവി അഭിപ്രായപ്പെട്ടു. ഞങ്ങളും കാണണ്ടേ ആൺവീട് എന്ന പേരിൽ ന്യൂസ് 18 ചാനൽ ഇങ്ങനെയൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് കാണുന്നത് വളരെയേറെ സന്തോഷകരമാണ്, വളരെയേറെ പ്രതീക്ഷയുണ്ട്. നമ്മൾ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നത് മറ്റൊരടുക്കളയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്ന രൂപത്തിലാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ കേൾക്കുന്നത് മറ്റൊരടുക്കളയിലേക്ക് പോകേണ്ടവളാണ് എന്നുള്ള ഒരു വർത്തമാനമാണ് വീടുകളിൽ നിന്ന് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആ വിവാഹത്തോടുകൂടി സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചു നടപ്പെടുന്നു എന്നുള്ള അവസ്ഥയാണ് പെൺകുട്ടികൾ പൊതുവെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്.
പന്തലിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറയുന്ന രക്ഷിതാക്കളുടെ നാടാണ് നമ്മുടേത്. അത്തരത്തിൽ പന്തലിലേക്ക് ഇറക്കി വിടുക മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ള കാഴ്ചപ്പാട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഭർത്തൃവീട്ടിൽ ചെന്ന് അവിടെ നിന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തിരിച്ച് തനിക്കൊരു ഇടമില്ല എന്ന് കരുതേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുകയും ഭർത്തൃവീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യയിൽ അഭയം തേടാനൊക്കെ ഇടയായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു പെൺകുട്ടി, കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പെൺകുട്ടി വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് ഈ വീടിൻ്റെ പരിതസ്ഥിതി കണ്ടുകൊണ്ട് തിരിഞ്ഞു ഓടി എന്നുള്ളതാണ് വാർത്ത. ഇത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം വളരെയേറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് ഒന്നിച്ച് കുറേ കുട്ടികളുണ്ടായിരുന്ന വീടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ട് അണുകുടുംബ വ്യവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ തലമുറയുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, വളരെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയെടുക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് തീർച്ചയായിട്ടും ആ പരിഗണനയും ലാളനയും ഒന്നും കിട്ടാത്ത ഒരു അന്തരീക്ഷം വരുമ്പോൾ അതിനെയൊക്കെ സമചിത്തതയോടുകൂടി നേരിടാനും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ പൊതുവേ ഉണ്ടാവുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പെൺകുട്ടികളോട് പറഞ്ഞിരുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവളാണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ നിന്ന് മാറിക്കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു പുതിയ തലമുറയുടെ സാന്നിധ്യമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ ഭർത്താവിനെ ഇപ്പോൾ താലി കെട്ടുന്ന പുരുഷനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പലപ്പോഴും വിവാഹം നിശ്ചയിക്കുന്നത്. പണ്ട് അതുപോലും ഇല്ലായിരുന്നു എന്നാണ്. വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഭർത്താവിൻ്റെ മുഖം കണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന പഴയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഒട്ടേറെ സ്ത്രീകളെ നമുക്കിന്നും കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന് പെൺകുട്ടികൾ കാണുന്നു, ഭർത്താവിനെ കെട്ടാൻ പോകുന്ന ആളെ കാണുന്നു, അതിനുശേഷം അവർ തമ്മിൽ ചാറ്റിംഗ് ഉണ്ടാവുന്നു, ഫോൺ കൈമാറുന്നു, അങ്ങനെ ആശയവിനിമയവും പരസ്പരം ഭർത്താവിനെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇന്നുണ്ട്. അപ്പോൾ അത്തരമൊരു അന്തരീക്ഷത്തിൽ, ഈ മാറിയ സാമൂഹ്യ അന്തരീക്ഷത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം ഭർത്തൃവീട്ടിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അനുശാസനം പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് രണ്ട് വീടുകളിലും അവർ മാറി മാറി താമസിക്കട്ടെ, അല്ലെങ്കിൽ അവർ രണ്ടുപേർക്കും ഉചിതമായിട്ടുള്ള സാമ്പത്തിക ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ അവർ പ്രത്യേകം താമസിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഉള്ള എന്ന് ചിന്തിക്കുന്നത് പോലും നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുതിയ കുടുംബം രൂപപ്പെടുന്നത് ഈ വിവാഹത്തോടു കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും ആ ദാമ്പത്യ ബന്ധം സുഗമമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പര ധാരണയുടെയും പരസ്പര സഹകരണത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒക്കെ അന്തരീക്ഷം ഉടലെടുക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം എന്നുള്ള നിലയിൽ ആ ഒരു ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പുതിയ തലമുറയാണ് ഇക്കാര്യത്തിൽ നല്ലൊരു കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് മുന്നോട്ട് വരേണ്ടുന്നത്. ഇപ്പോൾ കുന്നംകുളത്തുണ്ടായിട്ടുള്ള സംഭവത്തിനെ തുടർന്ന് അടുത്ത ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ആൺവീട് കാണൽ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഭർത്താവിൻ്റെ വീട് ചെന്ന് കാണുന്ന ഒരു ചടങ്ങ് കൂടി, അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. കാരണം ജീവിതകാലത്തിൽ ഉടനീളം അവിടെ താമസിക്കേണ്ടി വരുന്ന കുട്ടിക്ക് ആ വീടിനെയും വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുത്തുകയും ആ വീടിൽ എങ്ങനെയാണ് ഏത് അന്തരീക്ഷത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് ആ വീട്ടിൽ പോകുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. വനിതാ കമ്മീഷൻ ഇപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പല വിവാഹ ബന്ധങ്ങളും ശിഥിലമാക്കപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിലാണ്. കാലം എന്തായാലും ചില അനിവാര്യമായ മാറ്റങ്ങളെ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പി സതീദേവിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ന്യൂസ് 18 സാധിച്ചു എന്നതിൽ എനിക്കും ഏറെ അഭിമാനമുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് വാർത്തകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. പ്ലാറ്റിനം ഗ്രാമിന് 3790, ഔൺസിന് 1,17,882 രൂപ.